വേടൻ്റെ പ്രശ്നം രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, ലഹരിക്കെതിരായ നിലപാട് ആര് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു പൊതു സമീപനമാണ് ആ കാര്യത്തിലുള്ളത്. അത് പ്രത്യേകിച്ച് പരാതികളൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയും. അതാണ് ഒരു ഭാഗം. അത് ഗവൺമെൻറ് പരിശോധിക്കുകയും ആവശ്യമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴുത്തിൽ ഒരു പുലിനഖത്തിൻ്റെ മാലയിട്ടു, വീടിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ കൊമ്പോ അതുപോലുള്ള രൂപങ്ങളിൽ പഴയ കാലത്ത് തുടർന്നു വരുന്ന രീതിയുണ്ട്. ഇപ്പം പുതിയ സംഭവങ്ങളൊന്നുമല്ല ഇത്. പഴയ കാലത്ത് ഇതുപോലുള്ള ചില രീതികൾ ചില ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ പുലിനഖം കെട്ടി മാല ഇടുക എന്നതൊക്കെയുള്ള ഒരു സാധാരണ രീതിയാണത്. അത് ആ നിലയിലാണ് കാണുന്നത്. അതിങ്ങനെ വളരെ വികാരപരമായി ഇന്നലെയോ മെഞ്ഞാന്നോ മറ്റോ മൃഗത്തെ കൊന്ന് നഖമെടുത്ത് കൊമ്പെടുത്ത് എന്നുള്ള രീതിയിൽ അത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ശരിയല്ല. തീർച്ചയായും വനം വകുപ്പ് തന്നെ അതൊരു പുനഃപരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ ആ നിലയിൽ മാത്രം ഒരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ ഉടനെ ഇപ്പോൾ ചെയ്തൊരു തെറ്റ് എന്നുള്ള നിലയ്ക്കോ കാണേണ്ടുന്ന ഒരു പ്രശ്നമല്ല അത്. ആ പ്രശ്നം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന പ്രശ്നമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ് സമീപനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ നിലപാടിനോടാണ് യോജിക്കുന്നത്. അത് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോഴാണ് അത് എന്താണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആരായിരുന്നാലും ആർക്കെതിരായ നടപടിയാണെങ്കിലും ഇതിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാട് ആ സ്വഭാവത്തിലാണ് സമീപിക്കേണ്ടത്. അതാണ് നമ്മളെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. വരട്ടെ, വിഷയം വരട്ടെ. വരുന്നതിൻ്റെ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി എന്ന് പറയുന്നത് ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും. ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഗവൺമെൻറ് ഈ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടില്ല. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതു സമീപനം. തെറ്റ് ചെയ്യുന്ന ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഗവൺമെൻറ്റിനില്ല. ആ സമീപനമാണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വരട്ടെ. ഉപതെരഞ്ഞെടുപ്പ് ഇപ്പം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടനാപരമായിട്ട് റെഡിയാണ്. പിന്നെ പ്രാദേശിക തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും അനുകൂലമാണ്. അപ്പം ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ഒരു നിലപാടെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.